നമ്മൾ ക്യാഷ് ബുക്കിന്റെ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അഥവാ സിമ്പിൾ ക്യാഷ് ബുക്ക് പഠിച്ചു. കണക്കുകളൊക്കെ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞിരുന്നു. ചെയ്ത് നോക്ക് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്കാണ്. അത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ പഠിച്ചപ്പോൾ ആ സിംഗിൾ കോളം ക്യാഷ് ബുക്കിനകത്ത് ബാങ്കിങ് ട്രാൻസാക്ഷൻ കൂടെ എഴുതേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അതായത് ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്തു, സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ചെക്ക് കൊടുത്തു വിചാരിക്കാം. കഴിഞ്ഞ ദിവസം പഠിച്ച അങ്ങനെയാണ്. അപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മൾ ചെക്ക് കൊടുത്തെങ്കിൽ നമ്മൾ പറയും പർച്ചേസിന് വേണ്ടി പൈസ കൊടുത്തു നമ്മളിവിടെ എഴുതും. പക്ഷെ ചെക്ക് ആയതുകൊണ്ട് പറഞ്ഞ ബാങ്ക് എന്നും കൂടെ എഴുതണം. അപ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ പറയും ബാങ്കിൽ നിന്ന് എടുത്ത് പർച്ചേസിന് കൊടുത്തു. ഫർണിച്ചർ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ചെക്ക് കൊടുത്തെങ്കിൽ ഫർണിച്ചറിന് വേണ്ടി ഇപ്പോൾ കൊടുത്തു എന്ന് എഴുതും, ബാങ്കിൽ നിന്ന് എടുത്തു എന്ന് എഴുതും. രാജേഷ് നമ്മൾ ചെക്ക് കൊടുത്തെങ്കിൽ രാജേഷിന് കൊടുത്തു എന്ന് എഴുതും, ബാങ്കിൽ നിന്ന് എടുത്തു എന്ന് എഴുതും. കാരണം ഒരു കോളമേ ഉള്ളൂ, ക്യാഷ് കോളം മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ബാങ്ക് ചാർജ് കൊടുത്തെങ്കിലും ബാങ്ക് ചാർജ് കൊടുത്തു എന്ന് അവിടെ കാണിക്കും, അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുത്തു എന്ന് കാണിക്കും. കാരണം ബാങ്കുകാർ ഒരിക്കലും ചാർജിന് വേണ്ടി വീട്ടിൽ വന്ന് കോളിംഗ് ബെല്ല് അടിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ രാജേഷിന് ചെക്ക് കൊടുത്താലും കൊള്ളാം, പർച്ചേസിന് വേണ്ടി ചെക്ക് കൊടുത്താലും കൊള്ളാം, എന്താണ് ഏതെങ്കിലും ഒരു ഫർണിച്ചർ മേടിക്കാൻ വേണ്ടി ചെക്ക് കൊടുത്താലും കൊള്ളാം, ഇതൊക്കെ നമ്മൾ കൊടുത്തു എന്ന് കാണിക്കും. സാലറി ആണെങ്കിൽ സാലറി കൊടുത്തു എന്ന് കാണിക്കും, രാജേഷ് ആണെങ്കിൽ രാജേഷ് കൊടുത്തു എന്ന് കാണിക്കും, ആർക്കെങ്കിലും നമ്മൾ കൊടുത്താൽ അയാളുടെ പേര് കൊടുത്തു എന്ന് കാണിക്കും. പക്ഷേ അവിടെ ബാങ്ക് ഓളമില്ലാത്തത് കൊണ്ട് ബാങ്കിൽ നിന്ന് എടുത്തു എന്നുള്ളത് നമ്മൾ കാണിച്ചിട്ടേ എന്ത് ചെയ്യുള്ളൂ, നമ്മളത് കൊടുക്കാറുള്ളൂ. അതുപോലെ തന്നെ ബാങ്കുകാർ നമുക്ക് പലിശ അനുവദിക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടിയെന്നുള്ള കാണിക്കും, ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടിയെന്നുള്ള കാണിക്കും. പക്ഷെ കയ്യിൽ പൈസ ആയിട്ട് കിട്ടാത്തതുകൊണ്ട് ആ കിട്ടിയ പൈസ ബാങ്കിൽ കൊണ്ടുവന്ന് ഇട്ടു എന്നുള്ളത് നമ്മൾ കാണിക്കാറുണ്ട്. ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടി, അത് ബാങ്കിൽ കൊണ്ടുവന്ന് ഇട്ടു, ഇങ്ങനെയാണ് കാണിക്കുന്നത്. സെയിൽസ് നടത്തി ചെക്ക് കിട്ടി, അതുകൊണ്ട് ബാങ്ക് ഇട്ടെങ്കിൽ സെയിൽസ് നടത്തിയപ്പോൾ പൈസ കിട്ടി, ആ പൈസ കൊണ്ട് നമ്മൾ ബാങ്കിൽ ഇട്ടു എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. ഇങ്ങനെ കുറെ ട്രാൻസാക്ഷൻസ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു അല്പം കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്ന് അതിനെപ്പറ്റി ഒന്നുകൂടെ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഏതെങ്കിലും ഒരു പേയ്മെന്റ് നടത്തിയിരിക്കുന്ന ബാങ്ക് വഴിയാണെങ്കിൽ ആ പേയ്മെന്റ് കൊടുത്തു എന്നൂടെ കാണിക്കും. പക്ഷേ ഇവിടെ നമ്മൾ പൈസ വാങ്ങിച്ചു എന്നൂടെ കാണിക്കേണ്ടി വരും, പൈസ ബാങ്കിൽ നിന്ന് എടുത്തു എന്നൂടെ കാണിക്കേണ്ടി വരും. അതുപോലെ ബാങ്കിൽ ഒരു നിക്ഷേപം വന്നിട്ടുണ്ടെങ്കിൽ എക്സ് എന്ന് വിളിക്കുന്ന കസ്റ്റമർ നേരിട്ട് ബാങ്കിൽ അടച്ചു, എക്സ് എന്ന് വിളിക്കുന്ന നമ്മുടെ കസ്റ്റമർ നമ്മുടെ കയ്യിൽ തരാതെ നമ്മുടെ അക്കൗണ്ടിൽ കൊണ്ടു പൈസ ഇട്ടെങ്കിൽ എക്സ് തന്നു എഴുതും. കാരണം എക്സിൽ കൊടുക്കില്ല, നമ്മൾ എക്സിൽ നിന്ന് കിട്ടി, പക്ഷെ കൈ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പുറത്ത് ബാങ്കിൽ കൊണ്ടുവന്ന് കൊടുത്തു എന്ന് നമ്മൾ എഴുതും. അപ്പോൾ എക്സിൻ്റെ നിന്ന് കിട്ടി, അത് ബാങ്കിൽ ഇട്ടു നമ്മൾ കാണിക്കും. പലിശ കിട്ടിയെങ്കിൽ പലിശ കിട്ടി, ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടി, അത് ബാങ്കിൽ ഇട്ടു എന്ന് കാണിക്കും. ഇങ്ങനെ ബാങ്കിലിട്ട ഒരു ചെക്ക് ഡിസോണർ ആയി പോയി കഴിഞ്ഞാൽ, ബാങ്കിലിട്ട ഒരു ചെക്കിന്റെ ഡിസോണർ മീൻസ് അവർ സമയത്ത് എന്ത് ചെയ്തില്ല, നമ്മള് പൈസ തരുന്നില്ല എങ്കിൽ ആ ആൾക്ക് നമ്മളത് തിരിച്ചു കൊടുത്തായിട്ട് കാണിക്കും. ബാങ്കിൽ നിന്ന് എടുത്ത് അയാളുടെ പൈസ കൊടുത്തിരിക്കുകയാണ്, ബാങ്കിലെ പൈസ നമുക്ക് നേരത്തെ വന്നു എന്ന് കാണിച്ചിരിക്കുകയാണ്. എക്സ് എന്ന് വിളിക്കുന്ന കസ്റ്റമർ കൊണ്ട് തന്നെങ്കിൽ എക്സിന്റെ കിട്ടി, അത് ബാങ്കിൽ ഇട്ടിരിക്കുകയാണ്. പകരം നമ്മളിപ്പോ പറയുന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, എന്താണ്, ഡിസോണർ ആയി പോയെങ്കിൽ ആ പൈസ ബാങ്കിന് പോയി എന്ന് കാണിക്കണം. പൈസ പോയി എന്ന് കാണിക്കാം. ഇവിടുന്ന് ആ എക്സിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുത്തു, പക്ഷെ ബാങ്കിൽ നിന്ന് എടുത്തുകൂടെ അയാൾക്ക് എന്ത് ചെയ്യാം, തിരിച്ചു കൊടുത്തിട്ട് കാണിക്കാം. കാരണം നേരത്തെ നമ്മൾ ബാങ്ക് ഇട്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ ആ അവസാനമുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ക്യാഷ് ബുക്ക് എഴുതിയപ്പോൾ നമുക്കുണ്ടായ ബുദ്ധിമുട്ടാണ്. ബാങ്കിന്റെ ഒരു കോളം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാത്തതുകൊണ്ട് എല്ലാം ക്യാഷ് വന്നു ക്യാഷ് പോയി എന്ന് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളിവിടെ അവിടെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, എഴുതി പോകാൻ നമുക്കൊരു അല്പം ബുദ്ധിമുട്ടും. സോ വി പ്രൊവൈഡ് ഡബിൾ എമൗണ്ട് കോളം ഇൻ ദ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിനകത്ത് നമ്മൾ രണ്ട് എമൗണ്ട് കോളം എന്ത് ചെയ്തു, നമ്മൾ ഉൾക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ക്യാഷും ഒന്ന് ബാങ്കും. അതുകൊണ്ട് ഡബിൾ കോളം ക്യാഷ് ബുക്കിന് ഞാൻ വേറൊരു പേര് വിളിക്കാറുണ്ട്, അതാണ് ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് കോളം എന്ന് ഞാൻ വിളിക്കാറുണ്ട്. അപ്പോൾ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ക്യാഷ് ബുക്ക് there are two amount columns. ക്യാഷ് ബുക്കിന്റെ രണ്ട് സൈഡിലും രണ്ട് എമൗണ്ട് കോളം വീതമുണ്ട്, one for cash and another for bank. ഒന്ന് ക്യാഷിന് വേണ്ടി, ഒന്നതിന് വേണ്ടി ബാങ്കിന് വേണ്ടി. അങ്ങനെ രണ്ട് എമൗണ്ട് കോളങ്ങൾ വീതം ഒരു ക്യാഷ് ബുക്കിന്റെ രണ്ട് സൈഡിലും ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്നതിനെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ വിളിക്കും. അപ്പോൾ അതിന്റെ കോളങ്ങളൊക്കെ നമുക്ക് എഴുതുന്നത് നമുക്കറിയാം, ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. അതുകൊണ്ട് DRC അറിഞ്ഞിട്ടു. അപ്പോൾ ഞാൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഹെഡിങ് എഴുതണം, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ്, ഡബിൾ കോളം ക്യാഷ്. കോളങ്ങളുടെ പേര് ഡേറ്റ്,
particulars. രണ്ട് കോളങ്ങൾ പ്രയോഗിക്കാം. ഒന്ന് രസീത് നമ്പർ, ഒന്ന് ലെഡ്ജർ ഫോളിയോ. നമുക്ക് ഇതിനകത്തോണ്ട് ഞാനിവിടെ എന്താണ് നമ്മളിവിടെ ലെഡ്ജർ ഫോളിയോ മാത്രം ഞാൻ വരയ്ക്കുന്നു, അല്ലെങ്കിൽ രസീത് നമ്പർ മാത്രം വരയ്ക്കുന്നത്. നമുക്ക് രണ്ടും വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. അടുത്തത് എന്താണ്? ക്യാഷിന്റെ എമൗണ്ട് എഴുതാൻ വേണ്ടി ക്യാഷ് കോളം, ബാങ്കിന്റെ എമൗണ്ട് എഴുതാൻ വേണ്ടി ബാങ്ക് കോളം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ റെസീറ്റ് ആണ് എഴുതുന്നത്. ആ റെസീറ്റിൽ കിട്ടുന്നത് ക്യാഷിലാണെങ്കിൽ ക്യാഷ് കോളത്തിൽ എഴുതും, കിട്ടുന്നത് ബാങ്കിലാണെങ്കിൽ ബാങ്ക് കോളത്തിൽ. If the amount is received as cash, the amount is entered in the cash column. If the amount is received in bank, the amount is entered on the bank column on the receipt side or debit side of the double column cash. Then on the right side, date column, particulars column, LF, cash, bank. ഇത്രയാണ് column. ഇതിനെ നമുക്ക് തുടങ്ങുമ്പോൾ തുടക്കം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിരിക്കുന്നത്? ഒന്ന്, ക്യാഷ് ടു ബാങ്ക് rupees 15,000, cash in hands rupees 25,000 എന്നാണ് ചോദ്യം. ഇപ്പൊ പഴയൊരു സ്ഥാപനം, കഴിഞ്ഞ മാസം കച്ചവടം ഉണ്ടായിരുന്നു, അതിന്റെ ബാക്കി പൈസ കയ്യിരിപ്പുണ്ട്. അപ്പോൾ കൈവശം ഇരിക്കുന്ന പൈസ ഉണ്ട്, ക്യാഷ് ഇൻ ബാങ്ക് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്കത് ക്യാഷ് ബുക്കിൽ കാണിക്കണം. കാരണം ബാങ്കിലുള്ള പൈസ ബാങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ മാസം കിട്ടിയായിട്ട് കാണിക്കും, അതുപോലെ തന്നെ കയ്യിരിക്കുന്ന പൈസ നമുക്ക് ക്യാഷിൽ കിട്ടിയായിട്ട് കാണിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണെങ്കിൽ നമ്മുടെ ഡേറ്റ് കോളത്തിൽ 2020 ആണെങ്കിൽ 20 ഡേറ്റ് എഴുതി, എന്താണ് മന്ത് എഴുതി, വർഷം എഴുതിയതിനു ശേഷം നമ്മൾ എഴുതും ബാലൻസ്. 2 ആണെങ്കിൽ 2 എഴുതാം. ടു ബാലൻസ് brought down. ക്യാഷിന്റെ എമൗണ്ട് ആണ് 25,000 ക്യാഷ് കോളത്തിൽ കാണിക്കുക, ബാങ്കിന്റെ എമൗണ്ട് ബാങ്ക് കോളത്തിൽ 15,000 കാണിക്കുക. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ if the cash book is started with an opening balance in the form of cash in hand and cash in bank, it is entered on the debit side of the cash book as balance brought down. The amount of cash in hand is entered on the cash column and the amount of cash in bank is entered on the bank column. ഇനി നമ്മൾ പറയുന്നതാണ് ക്യാഷ് ഇൻ ബാങ്ക് അല്ല. ക്യാഷ് ഇൻ ബാങ്ക് വരെ തന്നിരിക്കുന്നു. എന്താ തന്നിരിക്കുന്നത്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് റുപ്പീസ് 10,000. അതിന്റെ അർത്ഥം ഇതാണ്, ബാങ്കിൽ നിന്നും ഓവറായിട്ട് നമ്മൾ 10,000 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും ഡെപ്പോസിറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, വിഡ്രാ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് എമൗണ്ട് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്കിൽ നമ്മൾ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്, ഇത്ര രൂപ വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വിഡ്രാ ചെയ്യാം. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ എന്താ പ്രത്യേകത? നമ്മളുടെ ബാങ്കുകാർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം, തിരിച്ചു കിട്ടും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ വി ക്യാൻ വിഡ്രാ, അല്ലെങ്കിൽ വൺ ഫേം ക്യാൻ വിഡ്രാ, അല്ലെങ്കിൽ വൺ പേഴ്സൺ ക്യാൻ വിഡ്രാ മോർ എമൗണ്ട് ദാൻ ഹി ഇൻവെസ്റ്റഡ്. ഇറ്റ് ഈസ് കോൾഡ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് എന്ന് പറയും. അപ്പൊ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും പൈസ ബാങ്കിൽ ഉണ്ടെന്നല്ല, ബാങ്കിൽ നിന്നും അത്രയും പൈസ അധികം എന്തിരിക്കുന്നു, പോയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കാണിക്കുമ്പോൾ ഇവിടെ നമ്മൾ എഴുതില്ല, ബാങ്ക് കോളത്തിൽ ഇവിടെ എഴുതില്ല. ഇവിടെ നമ്മൾ ഇതുപോലെ ഡേറ്റ് എഴുതിയിട്ട് 2020 ജാനുവരി 1 ഇവിടെ ഡേറ്റ് എഴുതിയിട്ട് ഇവിടെ നമ്മൾ എഴുതും ബൈ, എഴുതാതിരിക്കാം, ബാലൻസ് ബ്രോട്ട് ഡൗൺ, എന്നിട്ട് 10,000 ബാങ്ക് കോളത്തിൽ കാണിക്കണം. ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് ഇൻ ബാങ്ക് വരികയാണെങ്കിൽ ഇവിടെ ഒറ്റ പ്രാവശ്യം എഴുതിയിട്ട് ക്യാഷിന് എമൗണ്ട് ക്യാഷ് കോളത്തിൽ, ബാങ്കിന് എമൗണ്ട് ബാങ്ക് കോളത്തിൽ കാണിച്ചാൽ മതി. അതേസമയം ക്യാഷ് ഇൻ ഹാൻഡ് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ ക്യാഷ് ഹാൻഡ് എമൗണ്ട് ഡെബിറ്റ് സൈഡ് കാണിക്കുക, ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ട് ഇവിടെ കാണിക്കുക, ക്രെഡിറ്റ് സൈഡ് കാണിക്കുക. എന്താണ് പർട്ടിക്കുലർ എന്ന വാക്ക്? ബാലൻസ് ബ്രോട്ട് ഡൗൺ. അതാണ് ശ്രദ്ധിക്കാനുള്ളത്, ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഇനി ഒരു പഴയ സ്ഥാപനമല്ല, ബിസിനസ് ആരംഭിച്ചതോടെ എന്ത് ചെയ്യും? നമ്മളിവിടെ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ബിസിനസ് ആരംഭിച്ചെങ്കിൽ ബിസിനസ് ക്യാഷ് വന്നോ ക്യാഷ് പോയോ ഇതാണ് നോക്കേണ്ടത്. റെസീറ്റ് ആണോ പേയ്മെന്റ് ആണോ ഇതാണ് നമുക്ക് അറിയേണ്ടത്. ബിസിനസ്സിലേക്ക് ക്യാഷ് എന്താണ്? റെസീറ്റ് ആണ്. ഇവിടെ കാണിക്കും ക്യാപിറ്റൽ എന്ന് കാണിക്കും. അപ്പൊ ഇത് കാണില്ല, വരെ ക്യാപിറ്റൽ കാണിക്കും. അത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ് ആദ്യം ഇതിനെപ്പറ്റി അറിയേണ്ട ഒരു കാര്യം. അപ്പൊ ബാലൻസ് അവിടെ എങ്ങനെ എഴുതും? ഇനി നമുക്ക് വീണ്ടും നോക്കാം. 2-ാം തീയതി അത് പറയുന്നു ക്യാഷ് സെയിൽസ് റുപ്പീസ് 15,000. നിങ്ങൾ ക്യാഷിൽ സാധനങ്ങൾ വിറ്റു, നിങ്ങളാണ് വിറ്റിരിക്കുന്നത്, പൈസക്കാണ് വിറ്റത്. അതിന്റെ അർത്ഥമാണ് സാധനം വിറ്റ് പൈസ വാങ്ങിയതാണ് അർത്ഥം.
അപ്പൊ ക്യാഷ് റിസീറ്റ് ആണെങ്കിൽ റിസീറ്റ് സൈഡിൽ കാണിക്കാം, ക്യാഷ് പേയ്മെന്റ് ആണെങ്കിൽ പേയ്മെന്റ് സൈഡിൽ കാണിക്കാം. ക്യാഷ് എന്താണ് ഇവിടെ? റിസീറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ കാണിച്ചു റിസീറ്റ് സൈഡിൽ 2 എന്ന് എഴുതി. എങ്ങനെ റിസീറ്റ്? സെയിൽസ് നടത്തിയപ്പോൾ പൈസ എവിടെ കിട്ടി? ക്യാഷിൽ കിട്ടി. എത്ര കിട്ടി? 15,000. അത്രയും. വീണ്ടും പറയുന്നു ക്യാഷ് പർച്ചേസ് 4-ാം തീയതി. ക്യാഷ് പർച്ചേസ് rupees 5,000. 5,000 രൂപ നിങ്ങൾ സാധനം വാങ്ങിച്ചിട്ടുണ്ട്, പർച്ചേസ് നടത്തിയിട്ടുണ്ട്. 5,000 rupees നിങ്ങൾ പർച്ചേസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ സാധനം വാങ്ങിക്കുമ്പോൾ പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത്, അതുകൊണ്ട് പേയ്മെന്റ് ആണ്. അപ്പൊ പേയ്മെന്റ് സൈഡ് ഞാൻ എടുത്ത് 4-ാം തീയതി എന്താണ്? എന്തിനു വേണ്ടി പൈസ കൊടുത്തു? പർച്ചേസിന് വേണ്ടി പൈസ കൊടുത്തു, ഗുഡ്സ് വാങ്ങിക്കുന്നതിന് വേണ്ടി പൈസ കൊടുത്തു എന്ന് മനസ്സിലാവും. 5,000. വീണ്ടും നമുക്ക് നോക്കാം 6-ാം തീയതി. എക്സ് പെയ്ഡ് ഡയറക്റ്റ് ഇൻ ടു ബാങ്ക്. അപ്പോ എക്സ് എന്ന് പറയുന്ന ആള് ഡയറക്റ്റ് ആയിട്ട് ബാങ്കിൽ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാണ്. റുപ്പീസ് 10,000. 10,000 രൂപ നിങ്ങളുടെ ഒരു കസ്റ്റമർ നിങ്ങളെ തരാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ട് പൈസ ഇട്ടിരിക്കുന്നു. എനിക്കറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. എക്സ് എന്ന് പറയുന്ന ആൾക്ക് നിങ്ങൾ പൈസ കൊടുത്തോ, എക്സ് എന്ന് പറയുന്ന ആൾ നിങ്ങൾക്ക് പൈസ തന്നോ, ആണ് എനിക്കറിയേണ്ടത്. അപ്പൊ നിങ്ങളുടെ സ്ഥാപനത്തിൽ പൈസ കിട്ടിയോ, പൈസ പോയോ? നിങ്ങൾ ഇയാളുടെ കടയിൽ ഇരിക്കുകയാണ്, ആ കടയിൽ എന്ത് ചെയ്തു? പൈസ കിട്ടി. അപ്പൊ ആരെന്ന് കിട്ടി? എക്സിന്റെ. അപ്പൊ 6-ാം തീയതി എഴുതും എക്സ് എന്ന് വിളിക്കുന്ന കസ്റ്റമർ കിട്ടി ടു സെയിൽസ്, സോറി ടു എക്സ്. എക്സിന്റെ കിട്ടി. എത്ര കിട്ടി? 10,000. ക്യാഷ് കിട്ടിയോ, ബാങ്കിൽ കിട്ടിയോ? ഡയറക്റ്റ് ഇൻ ടു ബാങ്ക്. ബാങ്കിൽ കിട്ടിയതുകൊണ്ട് അത് കാണിക്കുന്നുണ്ട് ബാങ്ക് എമൗണ്ട് എഴുതണം 10,000. വീണ്ടും നമുക്ക് നോക്കാം 10-ാം തീയതി. ഇഷ്യൂഡ് ചെക്ക് ടു നന്ദൻ. നന്ദന് നമ്മൾ ചെക്ക് കൊടുത്തു റുപ്പീസ് 2,000. 2,000 രൂപയുടെ ചെക്ക് നമ്മൾ നന്ദന് കൊടുത്തു. അപ്പൊ നിങ്ങളാണ് നന്ദന് ചെക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോ ചെക്ക് കൊടുത്താൽ പൈസ ആര് കൊടുക്കും? നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തവരുടെ ചെക്ക് എഴുതി കൊടുക്കും. അപ്പൊ ബാങ്കിന് പൈസ കൊടുക്കും. അപ്പൊ നിങ്ങളുടെ സ്ഥാപനത്തിൽ കിട്ടുകയാണോ പോവുകയാണോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഈ പൈസ പോവുകയാണ്. അതുകൊണ്ട് പേയ്മെന്റ് സൈഡിൽ കാണിക്കും 10-ാം തീയതി. ആർക്ക് കൊടുത്തിരിക്കുന്നു? നന്ദൻ കൊടുത്തിരിക്കുന്നു. എത്ര കൊടുത്തിരിക്കുന്നു? 2,000 രൂപ. ചെക്ക് ആയതുകൊണ്ട് ഈ പൈസ ഇന്നല്ലെങ്കിൽ നാളെ എവിടെ നിന്ന് പോകും? ബാങ്കിൽ പോകും. അപ്പൊ ബാങ്കിൽ എഴുതണം 2,000. അടുത്ത 12-ാം തീയതി. ബാങ്ക് അലൗഡ് ഇൻട്രസ്റ്റ്. ബാങ്കുകാർ പലിശ അനുവദിച്ചു. ബാങ്ക് അലൗഡ് ഇൻട്രസ്റ്റ് റുപ്പീസ് 100. ബാങ്കുകാർ നിങ്ങൾക്ക് പലിശ അനുവദിച്ചു. നിങ്ങളുടെ ഡെപ്പോസിറ്റ് അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. നേരത്തെ കൊണ്ട് ഇപ്പോഴാണ് ഓവർ ഡ്രാഫ്റ്റ് ആയത്. നേരത്തെ ഡെപ്പോസിറ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് പലിശ അനുവദിച്ചിരിക്കുകയാണെങ്കിൽ പലിശ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? കിട്ടി. അതുകൊണ്ട് റിസീറ്റ്സിൽ കാണിക്കും എത്രാം തീയതി? 12-ാം തീയതി. ബാങ്ക് ഇൻട്രസ്റ്റ്. എവിടെ കിട്ടി? ബാങ്കിൽ. അവിടെ എവിടെ കാണിക്കണം? എമൗണ്ട് ബാങ്കിൽ കാണിക്കണം. ഇനി ഓവർ ഡ്രാഫ്റ്റ് ആണ് പലിശ ഈടാക്കിയെങ്കിലോ പലിശ പോയി. അപ്പൊ ഇവിടെ കാണിക്കും ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്. എവിടെ നിന്ന് പോയി? ബാങ്കിൽ നിന്ന് പോയി. പലിശ നമുക്ക് അനുവദിച്ചു തരുന്നതുകൊണ്ട് ബാങ്ക് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയെന്ന് പറയും. അതുകൊണ്ട് കിട്ടിയ എമൗണ്ട് ഇവിടെ ബാങ്ക് വളർത്തി കാണിക്കും. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ ബാങ്കിൽ റിട്ടേണിനേക്കാൾ കൂടുതൽ എടുത്തതിനാണ്. അധികം പൈസ നമ്മൾ എടുത്തിട്ട് അതിന് പലിശ കൊടുക്കണം. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് എന്ന് ഇവിടെ കാണിച്ചിട്ട് അത് ബാങ്ക് വളർത്തി കാണിക്കണം. വേറെ നോക്കാം 14-ാം തീയതി. ഡ്രൂ ചെക്ക് ഫോർ പേഴ്സണൽ യൂസ്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെക്ക് പിൻവലിച്ചുകൊണ്ട് പോയി. റുപ്പീസ് 1,000. 1,000 രൂപയുടെ ഒരു ചെക്ക് അയാളുടെ സ്വന്തം ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ? സ്വന്തം ആവശ്യത്തിന് എടുക്കാൻ പറ്റുന്ന ഒറ്റയാളെ ഈ സ്ഥാപനത്തിനുള്ള ഉടമസ്ഥ. വേറെ ആർക്കും ഇവിടെ ചെക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഉടമ എന്ന് പറയുന്ന ആള് അയാളുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി 1,000 രൂപയുടെ ചെക്ക് എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടിയോ, പൈസ പോയോ? ഇതാണ് എന്റെ ചോദ്യം. പൈസ അവിടെ നിന്ന് പോയി എന്ന് പറയും. അപ്പൊ 14-ാം തീയതി പൈസ പോയി. ആരെടുത്തോണ്ട് പോയി? ഉടമസ്ഥൻ. ഉടമസ്ഥൻ എടുത്തോണ്ട് പോയി വിളിക്കുന്ന വാക്ക് എന്താണ്? ഡ്രോയിങ്സ്. അപ്പൊ ഡ്രോയിങ്സ് ആയിട്ട് പൈസ പോയി. എവിടെ നിന്നാണ് ഈ ചെക്കിന്റെ പൈസ പോകുന്നത്? ബാങ്കിൽ നിന്നാണ്. അതുകൊണ്ട് ബാങ്കിൽ കാണിക്കുന്നത് 1,000. അടുത്ത 16-ാം തീയതി. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 1,000. ഒരു റുപ്പീസ് 20,000, 20,000 രൂപ. ആൻഡ് ചെക്ക് റിസീവ്ഡ്.
and deposited the same into bank. അപ്പോൾ നിങ്ങൾ സോൾഡ് ഗുഡ്സ് വിറ്റു, 20,000 രൂപയ്ക്ക് ക്യാഷ് സെയിൽസ് ആണ് നടത്തിയത്. ഉടൻ പൈസ മേടിക്കുന്ന രീതിയിലാണ് കച്ചവടം നടത്തിയിരിക്കുന്നത്. കിട്ടിയത് പൈസയല്ല, ചെക്കാണ്. ചെക്ക് കിട്ടിയാൽ നമുക്ക് ക്യാഷ് കിട്ടിയെന്ന് പറയാം, ബാങ്കിൽ കൊണ്ട് ഇടുന്നതിന് നമുക്ക് പൈസ കിട്ടിയെന്ന് പറയാം. ചെക്ക് കിട്ടി, പക്ഷെ കിട്ടിയ ചെക്ക് കൊണ്ട് എവിടെ കൊടുത്തിരിക്കുന്നു? ബാങ്കിൽ കൊടുത്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താണ് നടത്തിയിരിക്കുന്നത്? സെയിൽസ് നടത്തുമ്പോൾ വിറ്റാൽ പൈസ കിട്ടും. ഓർഡർ സൈഡ് കാണിക്കും, ഈ സൈഡിൽ കാണിക്കും, റെസീറ്റ് സൈഡിൽ കാണിക്കും 16-ാം തീയതി സെയിൽസ് നടത്തിയപ്പോൾ പൈസ കിട്ടി. 20,000 rupees ആണ് കിട്ടിയിരിക്കുന്നത്. ചെക്കായിട്ടാണ് കിട്ടിയത്. ചെക്ക് കിട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ ക്യാഷ് കിട്ടിയെന്ന് കാണിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചില കണക്കിനകത്ത് പോലെ ക്യാഷ് കിട്ടിയത് കാണിച്ചിട്ട് പിന്നെ പറയും ആ ചെക്ക് ഡിസോൾവ് ആയെന്ന് പറയുകയാണെങ്കിൽ മനസ്സിലായിക്കൊള്ളണം ആ ക്യാഷ് എവിടെ കിട്ടിയിരിക്കുന്നു? ബാങ്കിൽ കൊടുത്തു നമ്മൾ മനസ്സിലാക്കി. ചില ചോദ്യം അങ്ങനെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി തന്നത് ഇവിടെ സെയിൽസ് നടത്തിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ചെക്ക് കിട്ടി. 2 ദിവസം കഴിഞ്ഞ് പറയും ഈ ചെക്ക് ഡിസോൾവ് ആവണമെങ്കിൽ ഈ ചെക്ക് അവിടെ തിരിക്കണം ബാങ്കിൽ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഉടനെ വെട്ടിയിട്ട് എവിടെ കാണിക്കണം? ബാങ്കിൽ കാണിക്കണം. അത് മറന്നു പോകരുത്. അത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ സെയിൽസ് എന്ന് എഴുതി. അപ്പൊ സെയിൽസ് എന്ന് എഴുതിയിട്ട് 20,000 rupees നമ്മൾ എവിടെ ഡെപ്പോസിറ്റ് ചെയ്തു? ബാങ്കിൽ. അപ്പൊ ഈ പൈസ എവിടെ കിട്ടിയെന്ന് അർത്ഥം? ബാങ്കിൽ കിട്ടിയെന്ന് കാണിച്ചാൽ. അടുത്ത പറയുന്നു പെയ്ഡ് സാലറി, ശമ്പളം കൊടുത്തു. പെയ്ഡ് ആൻഡ് പേയ്മെന്റ് സൈഡിൽ അടുത്ത 18-ാം തീയതി പെയ്ഡ് സാലറി ₹1,000 1000 ശമ്പളം കൊടുത്തു. അപ്പൊ പേയ്മെന്റ് സൈഡിൽ കാണിക്കുന്നു 18-ാം തീയതി പേയ്മെന്റ് സൈഡിൽ പൈസ കൊടുത്തുകൊണ്ട് പേയ്മെന്റ് സൈഡിൽ സാലറി ക്യാഷ് ആണെന്നോ ബാങ്ക് ആണെന്നോ പറയുന്നത് ക്യാഷിൽ നിന്ന് അർത്ഥം. ക്യാഷിലാണ് 1000 രൂപ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പറയുന്നു റിസീവ്ഡ് കമ്മീഷൻ കിട്ടിയോണ്ട് ഇവിടെ കാണിക്കുന്നു കമ്മീഷൻ ക്യാഷ് കാണിക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന കണക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ നമുക്കറിയാം. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് 2 ഐറ്റം ഉണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. 19-ാം തീയതി വിഡ്രൂ അല്ലെങ്കിൽ ഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് യൂസ് എന്ന് പറയാറുമില്ല. ഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് പൈസ എടുത്തു എന്ന് മാത്രമേ പറയൂ. അപ്പൊ ബാങ്കിൽ നിന്ന് പൈസ എടുത്തു എന്ന് മാത്രം പറയുകയോ ഓഫീസിന്റെ ആവശ്യത്തോട് പറയുകയോ ചെയ്തിരുന്നതിന്റെ അർത്ഥം വ്യക്തിപരമായ ആവശ്യത്തിനല്ലെന്നർത്ഥം. വ്യക്തിപരമാണെങ്കിൽ അത് വ്യക്തിപരമാണെന്ന് എടുത്ത് പറഞ്ഞിരിക്കണം, നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ഓഫീസിൽ പൈസ ഇല്ലായിരുന്നു. ആ ഓഫീസിന്റെ ആവശ്യത്തിന് ബാങ്കിൽ പോയി പൈസ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു 2000 രൂപ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും. എങ്ങനെ പറയും? 2000 രൂപ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും 2000 രൂപ എവിടെ കിട്ടി? ക്യാഷിൽ കിട്ടി. പക്ഷേ ആ പൈസ എവിടെ നിന്ന് പോയി? ബാങ്കിൽ നിന്ന് പോവുകയും ചെയ്തു. എവിടെ കിട്ടി? നിങ്ങൾ ബാങ്കിൽ നിന്ന് പൈസ എടുത്തുമ്പോൾ ക്യാഷ് കിട്ടി, ബാങ്കിൽ നിന്ന് പോയി. അപ്പൊ ഈ എൻട്രി ഏത് എൻട്രി? ക്യാഷിനെയും ബാങ്കിനെയും ബാധിക്കുന്ന ഈ എൻട്രി അത് എപ്പോഴാണ് ബാധിച്ചതെന്ന്? നമ്മൾ ബാങ്കിൽ നിന്നും പൈസ ഓഫീസിലേക്ക് എടുത്തുകൊണ്ടപ്പോഴാണ് ബാധിച്ചത്. അപ്പൊ ബാങ്കിൽ നിന്ന് ഓഫീസിലേക്ക് പൈസ എടുത്തുകൊണ്ട് വരുമ്പോൾ ക്യാഷ് വന്നു, ബാങ്കിൽ. അപ്പൊ ക്യാഷിനെയും ബാങ്കിനെയും ബാധിക്കും. 2 അക്കൗണ്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, ക്യാഷും ബാങ്ക്. അപ്പൊ ഇങ്ങനെ 2 എണ്ണത്തിന് വരുന്ന എൻട്രി വിളിക്കുന്ന വാക്കാണ് കോൺട്രാ എൻട്രി. കഴിഞ്ഞ ദിവസം കോൺട്രാ ഐറ്റം പഠിപ്പിച്ചു. ഇപ്പൊ ഞാൻ പറയുന്നു കോൺട്രാ എൻട്രി. എന്താണ് കോൺട്രാ എൻട്രി? The entry that appears on both sides of the double column cash book in different amount columns. എന്നാണ് എൻ്റെ അർത്ഥം. ഒരു ക്യാഷ് ബുക്കിന്റെ ഇരുവശങ്ങളിലുമായി വ്യത്യസ്ത എമൗണ്ട് കോളങ്ങൾ. ഇവിടെ ക്യാഷിൽ വന്നാൽ ഇപ്പുറത്ത് ബാങ്കിൽ, ഇവിടെ ബാങ്കിൽ വന്നാൽ ഇപ്പുറത്ത് ക്യാഷ്. അങ്ങനെ വ്യത്യസ്ത കോളങ്ങളിൽ നമ്മൾ അപ്പിയർ ചെയ്ത് അത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ that entry is called എന്ന് വിളിക്കുന്നത് നമ്മൾ കോൺട്രാ എൻട്രി. The entry that appears on both the sides of the double column cash book but in different amount columns. ഇവിടെ വന്ന് ക്യാഷിൽ വന്നാൽ ഇപ്പുറത്തെ ക്യാഷിൽ എഴുതാൻ പാടില്ല, ബാങ്കിൽ എഴുതാവുള്ളൂ. ഇവിടെ ബാങ്കിൽ വന്നാൽ അപ്പുറത്തെ ക്യാഷിൽ എഴുതാവുള്ളൂ. എന്ന കാര്യം ക്യാഷ് എടുത്തു കഴിഞ്ഞാൽ ഒന്നും ബാങ്കിൽ നിന്നായിരിക്കും എടുത്തോണ്ടെടുക്കും. അപ്പൊ അങ്ങനെ വരുന്ന എൻട്രികൾ 2 സ്ഥലത്തും വരും. എന്താ അതിന്റെ എൻട്രി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പൈസ പോയി ബാങ്കിൽ എടുക്കുന്ന എൻട്രി ക്യാഷ് വന്നു, അസറ്റ് വർദ്ധിച്ചു, ഡെബിറ്റ് ചെയ്യാം. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്, അതിനെ ക്രെഡിറ്റ് ചെയ്യാം. അതാണ് ക്യാഷ് അക്കൗണ്ട് ബാങ്ക്. ഈ എൻട്രി നമ്മൾ മനസ്സിലാക്കി അത് നമുക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പൊ അത് ഒന്നുകിൽ ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് എഴുതണം,
അപ്പൊ ഞാനിവിടെ പറയുന്നു പൈസ പോയി പിൻവലിച്ചോണ്ട് 2000 രൂപ പിൻവലിച്ചോണ്ട് വന്നാൽ എവിടെ കിട്ടി? ക്യാഷ് കിട്ടി. ക്യാഷ് അക്കൗണ്ടിൽ ക്യാഷ് എഴുതാൻ പാടില്ല എന്ന് ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു അക്കൗണ്ടിലും മുകളിൽ ഇരിക്കുന്ന വാക്കിന്റെ താഴോട്ട് എഴുതുന്നത്. ഇവിടെ 2 അക്കൗണ്ടുകളാണ് നമ്മൾ ക്ലബ് ചെയ്ത് ഒറ്റ അക്കൗണ്ട് ആക്കി ഒറ്റ ബുക്കായിട്ട് മാറ്റിയിരിക്കുന്നത്, ക്യാഷും ബാങ്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്നു എത്രാം തീയതി? 19-ാം തീയതി ബാങ്കിൽ നിന്നും എടുത്തുകൊണ്ട് വന്നു. ബാങ്കിൽ നിന്നും എടുത്തുകൊണ്ട് വന്നു. അപ്പൊ 2000 രൂപ ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ 2000 രൂപ അപ്പുറത്തും വേണമെങ്കിൽ കൊണ്ടുപോയി രൂപ അപ്പുറത്ത് എവിടെ നിന്ന് പോയി ഈ പൈസ? ഈ പൈസ ബാങ്കിൽ നിന്ന് പോയി. അങ്ങനെ അവിടെ എന്തെങ്കിലും 19-ാം തീയതി ക്യാഷ്, ബാങ്കിൽ നിന്ന് ക്യാഷ് ആയിട്ട് പോയി. ഇത് 2 സൈഡിൽ വന്നു എന്ന് കാണിക്കാൻ വേണ്ടി ലെഡ്ജർ ഫോളിയോ കോളത്തിൽ ഞാൻ സി എന്ന് കാണിക്കണം. കോൺട്രാ എന്ന് കാണിക്കുന്ന വാക്കായ സി എന്ന് എഴുതാനും മറക്കാൻ പാടില്ല. അപ്പോ കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ the entry that appears on both sides of the double column cash book in different amount of columns. One example is drew cash from bank for office use. രണ്ടേ ഉദാഹരണങ്ങളേ ഉള്ളൂ. അതിൽ ഒന്നാമത്തെ ഉദാഹരണം ഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓഫീസിന്റെ ആവശ്യത്തിന് ബാങ്കിൽ പോയി പൈസ എടുത്തുകൊണ്ട് വന്നു. ബാങ്കിൽ പോയി പൈസ എടുത്തുകൊണ്ട് വന്നാൽ എവിടെ കിട്ടും? ബാങ്കിൽ പോയി നിങ്ങൾ എടുത്തുകൊണ്ട് വന്ന പൈസ ക്യാഷ് വെച്ചേക്കും, ബാങ്കിൽ നിന്ന് പോകും. ഇവിടെ നമ്മൾ ക്യാഷ് എമൗണ്ട് എഴുതിയാൽ ബാങ്ക് എന്ന് എഴുതുക, ഇപ്പുറത്ത് നമ്മൾ ബാങ്കിൽ എമൗണ്ട് എഴുതിയാൽ ക്യാഷ് എന്ന് എഴുതുക. കൂടാതെ ഇത് 2 സൈഡിലും വന്നു എന്ന് കാണിക്കാൻ വേണ്ടി എന്ത് കാണിക്കുക? ലെഡ്ജർ ഫോളിയോ കോളത്തിൽ സി സി എന്ന് എഴുതാനും മറക്കരുത്. കോൺട്രയുടെ ഷോർട്ട് ഫോം ആയ സി സി എന്ന് എഴുതാനും മറക്കാൻ പാടില്ല. ഇനി എൻട്രിയാണ് ഓർമ്മിക്കുന്നതെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ബാങ്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് എടുത്തിട്ട് അതിനകത്ത് ബാങ്ക്, രണ്ടാമത് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്, ബാങ്ക് അക്കൗണ്ട് എടുക്കുക, അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് എഴുതുക എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കാം. അങ്ങനെ നമുക്ക് എൻട്രി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം. മനസ്സിലാക്കി അല്ലാതെ ഉള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്ത് പഠിക്കാം. ഇനി അതിനകത്ത് വരുന്ന രണ്ടാമത്തെ കാര്യങ്ങൾ പറയാൻ പോകുന്നു 22-ാം തീയതി ആയിട്ട്. എന്താണ്? ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻടു ബാങ്ക് ₹1000. ഡെപ്പോസിറ്റ് നിങ്ങളുടെ കയ്യിരിക്കുന്ന ക്യാഷ് അല്ലെങ്കിൽ ആരെങ്കിലും തന്ന ചെക്ക്, ചെക്ക് ക്യാഷ് കിട്ടിയെന്ന് പറയുന്നത്. അപ്പൊ ആരെങ്കിലും തന്ന ചെക്കോ നമ്മുടെ കൈവശമുള്ള ക്യാഷോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുവന്നിട്ടു. അപ്പോ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ക്യാഷ് ഇട്ട് ബാങ്കിൽ ഇട്ടാൽ ബാങ്കിൽ കിട്ടും. എവിടെ നിന്ന് പോകും? ക്യാഷിൽ നിന്ന് പോകും. അപ്പൊ ബാങ്കിൽ കിട്ടുന്നു, ക്യാഷിൽ നിന്ന് പോകും. അപ്പൊ 2 സൈഡിലും വരുന്നു. അപ്പൊ അതും ബാധിക്കുന്നത് ബാങ്കിനെയും ക്യാഷിനെയാണ്. അതുകൊണ്ടാണ് കോൺട്രാക്ടറിനോട് കള്ളക്കാരണം. അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ കൊണ്ടുവന്ന് പൈസ ബാങ്കിൽ ഇട്ടാൽ എവിടെ കിട്ടി? ബാങ്കിൽ കിട്ടി. ബാങ്കിൽ എഴുതാൻ പാടില്ല. എന്ത് എഴുതാവുള്ളൂ? ക്യാഷ്. കോൺട്രാക്ട് കാണിച്ചു. മറു സൈഡിൽ എഴുതണം എന്താണ്? ഇപ്പുറത്തെ ക്യാഷ് അപ്പുറത്ത് എഴുതും ബാങ്ക്. കോൺട്രാ ₹1000. അപ്പൊ കയ്യിരിക്കുന്ന വെച്ചോണ്ട് ബാങ്കിൽ ഇട്ടാൽ ബാങ്കിൽ കിട്ടും, ഇരിക്കുന്ന ക്യാഷിൽ നിന്ന് പോകും. എന്തായാലും എൻട്രി ബാങ്കിൽ പൈസ കിട്ടുന്നുണ്ട്, ബാങ്ക് എന്ന് പറഞ്ഞ അസറ്റ് വർദ്ധിക്കുന്നു, ക്യാഷ് പോകുന്നുണ്ട്, ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ എൻട്രി പറഞ്ഞുകൊണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് എടുക്കുക, അതിന്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് എഴുതുക, ക്യാഷ് അക്കൗണ്ട് എടുക്കുക, അതിന്റെ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് എഴുതുക. ഇങ്ങനെ നമുക്ക് പഠിക്കാം. അങ്ങനെ 2 കോൺട്രാ എൻട്രി നമ്മൾ പഠിച്ചിരിക്കുക. എപ്പോഴും ഡബിൾ കോളം ക്യാഷ് ചോദിക്കാറുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഈ കോൺട്രാ എൻട്രികൾ മിനിമം 2 എണ്ണം, മാക്സിമം 4 എണ്ണം വരെ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ചേർത്തുള്ള കണക്കുകൾ മാത്രമേ പരീക്ഷയ്ക്ക് വരൂ എന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡബിൾ കോളം ക്യാഷ് ബുക്കിനകത്ത് റെസീറ്റുകളെല്ലാം ഡെബിറ്റ് സൈഡിലും പേയ്മെന്റ്സ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും കാണിക്കുക. റെസീറ്റ് തന്നെ ക്യാഷിലാണ് റെസീറ്റ് എങ്കിൽ ക്യാഷ് കോളത്തിൽ എമൗണ്ട് എഴുതുക, ബാങ്കിലാണെങ്കിൽ ബാങ്ക് കോളത്തിൽ കാണിക്കുക. അത് ഇവിടെ നമുക്ക് നോക്കാൻ പറയാം. ഇത്രയും രൂപ ബാലൻസ് ഉണ്ടായിരുന്നു, ഇത്രയും രൂപ സെയിൽസ് നടത്തി അത് ക്യാഷിൽ കിട്ടി, എക്സിന്റെ കിട്ടിയത് ബാങ്കിൽ കിട്ടി, പലിശ കിട്ടിയത് ബാങ്കിൽ കിട്ടി, സെയിൽസ് നടത്തിയപ്പോൾ അത് ബാങ്കിൽ കിട്ടി, ചെക്ക് കിട്ടി ബാങ്കോട് ഡെപ്പോസിറ്റ് ചെയ്ത് കാണണം. ഇത് കോൺട്രാ എൻട്രി ആണ്. അതുകൊണ്ട് ക്യാഷിൽ കിട്ടിയത് ബാങ്കിൽ പോയി എടുത്തോണ്ട് വന്നപ്പോൾ അത് ക്യാഷിൽ കിട്ടി. ഇത് നമുക്ക് എവിടെ കൊണ്ടിട്ടു? ബാങ്കിൽ കൊണ്ടിട്ടു. നമുക്ക് ഒറ്റയടിക്ക് പിന്നെ കുറെ ആൾ കഴിയുമ്പോൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. മറു സൈഡില് ഇത് ഓവർ ഡ്രാഫ്റ്റ് ആണെന്ന് മനസ്സിലാക്കണം. പിന്നെ കൂടാതെ പർച്ചേസ് നടത്തിയപ്പോൾ പൈസ പോയി, നന്ദന് ചെക്ക് കൊടുത്താണ്, പൈസ ബാങ്കിൽ നിന്ന് പോകും. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെക്ക് എഴുതി കൊണ്ടുപോയിരുന്ന ബാങ്കിൽ നിന്ന് പൈസ പോയി, സാലറി ആയിട്ട് പൈസ കൊടുത്തോണ്ട് ക്യാഷിൽ നിന്ന് പോയി. ഇത് 2 കോൺട്രാ എൻട്രി. ഇങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതാണ് ബാലൻസ് ചെയ്യുന്നതാണ്. എങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യും? ബാലൻസ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ എടുക്കുക. ക്യാഷ് കോളം എപ്പോഴും സൈഡായിരിക്കും കൂടുതൽ, ഡെബിറ്റ് സൈഡായിരിക്കും കൂടുതൽ. അപ്പൊ നമുക്കറിയാം 40, 20, 60,000 രൂപ, ₹60,000 ആണ്.
അപ്പൊ 60,000 രൂപ ആകെ കിട്ടിയിട്ടുണ്ട്, പൈസ കിട്ടിയിട്ടുണ്ട്. പരമാവധി നമുക്ക് 60,000 രൂപ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ 60,000 രൂപ എഴുതി. 60,000 രൂപ നമുക്കറിയാം. 5 1 6 1 7,000 രൂപ കൊടുത്തിട്ടുണ്ട്. 7 കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 53,000 രൂപ ബാലൻസ് കൈ കാണും. അപ്പൊ 53 57 55 60 എന്ന് പറയും. ഈ 53,000 നേർക്കാൻ എഴുതും 23-ാം തീയതി. മാസം തീരാത്തോണ്ടാണ് ഞാൻ എഴുതിയത്. 21 എഴുതും ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് ക്യാരി ഡൗൺ. പിറ്റേ ദിവസം, അതായത് എന്താണ് 2020 ജനുവരി മാസം 24-ാം തീയതി വൈകുന്നേരം അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ വരുമ്പോൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ. രാത്രി ഒരു കട നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കുത്തിപ്പൊളിക്കാൻ പാടില്ല. അതുകൊണ്ട് പിറ്റേന്ന് രാവിലത്തെ ബാലൻസ് ആണ് എഴുതേണ്ടത്. 53,000 റുപ്പീസ് ആണ് അത്. ബാങ്കിൽ അപ്പുറം ഇപ്പുറമൊക്കെ വരാം, കാരണം ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് അവിടെ ഇവിടെ വേണമെങ്കിൽ വരാം. എങ്കിൽ നമുക്ക് നോക്കാം. 20 10 30 31,100 രൂപയുടെ ടോട്ടൽ. ഇവിടെ നോക്കുമ്പോൾ 10 12 13 15 ഉള്ളൂ. ഇവിടെ കൂടുതൽ 20 10 30 31,100 രൂപ. 31,100. ഇവിടെ ഞാൻ എഴുതി 31,100 ടോട്ടൽ ഉണ്ട്. എത്ര ചെലവാക്കി? 10 12 13 15 ചെലവാക്കി. ബാക്കി എത്രയുണ്ട്? 15 15 6 21 10 31. ബാക്കി 16,100 ഉണ്ട്. കൂടെ 16 2 18 19 2 21 10 31 31,100 ടോട്ടൽ വരും. ഇനി വീണ്ടും ഞാൻ നിങ്ങളുടെ ടോട്ടൽ എഴുതേണ്ട കാര്യമില്ല. ഏത് കോളത്തിൽ കാണിച്ചാൽ മതി? ബാങ്ക് കോളത്തിൽ 16,100 എന്ന് എഴുതുമ്പോൾ അതിന്റെ എന്തായി? ബാലൻസ്. ഇതുപോലത്തെ കണക്കുകളാണ് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക നമുക്ക് ചോദിക്കാം. ഇനി ഇതിൽ നമുക്ക് അറിയേണ്ടത് എന്താണ്? അതിന്റെ പോസ്റ്റിംഗ് അറിയണം. ഇതെങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോ പോസ്റ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. നോക്കാം. ഇവിടെ വരയ്ക്കേണ്ട അക്കൗണ്ട് ഏതൊക്കെയാണ്? ഒന്ന് ബാങ്ക് അക്കൗണ്ട് വരയ്ക്കാം. ആവശ്യമില്ലാണ്. ബാങ്ക് ഇതിനകത്ത് ഉണ്ട്, വരയ്ക്കേണ്ട കാര്യമില്ല. ക്യാഷ് ഇവിടെ തന്നെ ഉണ്ട്, അത് വരച്ചാൽ തന്നെ കിട്ടും. അതുകൊണ്ട് അതിന് രണ്ടിന്റെ ആവശ്യമില്ല. പിന്നെ ഉള്ളത് സെയിൽസ് അക്കൗണ്ട് ആണ്. സെയിൽസ് അക്കൗണ്ട് സിംഗിൾ കോളത്തിൽ ഡബിൾ കോളത്തിൽ ഒരു അക്കൗണ്ട് തരാം. അത് നമ്മൾ പറയുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് സെയിൽസ് വന്നാൽ കോളങ്ങൾ ഗവൺമെന്റ് ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ജനറൽ ഫോളി എമൗണ്ട്, വീണ്ടും ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ജനറൽ ഫോളി എമൗണ്ട്. അതാണ് കോളങ്ങൾ എന്നെല്ലാവർക്കും അറിയാം. ഇത് പോസ്റ്റ് ചെയ്യാൻ പറയാൻ തീയതികളുടെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് സെയിൽസ് വന്നാൽ സെയിൽസ് അക്കൗണ്ട് ഏ സൈഡില് ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് എഴുതിയിട്ട് 15,000 പോസ്റ്റ്. വീണ്ടും ഒരു സെയിൽസ് കൂടെ ഉണ്ട് 16-ാം തീയതി. അപ്പൊ ഡേറ്റ് ആദ്യത്തെ 2-ാം തീയതി 16-ാം തീയതി എഴുതിയിട്ട് വീണ്ടും അത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ്. അതുകൊണ്ട് സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് എന്തായിരുന്നു? ഇവിടെ ബാങ്ക് എന്ന് എഴുതിയിട്ട് 20,000. അപ്പൊ 2 എണ്ണം പോസ്റ്റ് ചെയ്ത് കഴിയും. ഇതിന്റെ നോമിനൽ അക്കൗണ്ട് ആയതുകൊണ്ട് ഇത് ആദ്യം ഇവിടെ കൂട്ടി എഴുതിയാൽ 35,000 ആണ് ഇവിടുത്തെ ടോട്ടൽ. വരവും ചെലവും എല്ലാം നമ്മൾ എന്ത് ചെയ്താൽ ടോട്ടൽ. അടുത്ത നമുക്ക് നോക്കാം എക്സിന്റെ അക്കൗണ്ട്. ഇതുപോലെ വരയ്ക്കുക. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ജനറൽ ഫോളി എമൗണ്ട് വീണ്ടും വരയ്ക്കുക. ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ഇവിടെ ബാങ്ക് എന്ന് എഴുതണം, മറക്കരുത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എക്സ് എന്ന് വന്നതുകൊണ്ട് എക്സ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് എഴുതുന്നത് ബാങ്ക്. പിന്നെ വേറെ എവിടെയെങ്കിലും എക്സ് ഉണ്ടോ നോക്കി, ഇല്ല. അപ്പോൾ അത് ക്ലോസ് ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ 10,000 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതും 10,000. ടോട്ടൽ ചെയ്യുമ്പോഴും 10,000, ഇപ്പുറത്ത് 10,000, ഇവിടെ 10,000 എന്ന് എഴുതിയിട്ട് അതിനകത്ത് ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ. പിറ്റേന്ന് നമ്മൾ അതിനെ ബ്രോട്ട് ഡൗൺ ചെയ്യണം. ബാലൻസ് ബ്രോട്ട് ഡൗൺ 10,000. ഇത് നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിക്കണം. കാരണം ഇതിന്റെ നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു, എക്സിറ്റ് അക്കൗണ്ട് പോസ്റ്റ് ചെയ്തു. ഇനി ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഞാൻ വരയ്ക്കുന്നില്ല, വരയ്ക്കാതെ നമുക്ക് പറയാം. ഇൻട്രസ്റ്റ് അക്കൗണ്ട് വരയ്ക്കുന്നു. വരയ്ക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ബാങ്ക് ഇൻട്രസ്റ്റ് അക്കൗണ്ട് വരച്ചിട്ട് അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തെന്ന് എഴുതും? ബാങ്ക് എന്ന് എഴുതിയിട്ട് 100 റുപ്പീസ് എഴുതണം. അപ്പൊ അങ്ങനെ നമുക്ക് അത് എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാം. ഇൻട്രസ്റ്റ് ആയിട്ട് നോമിനൽ അക്കൗണ്ടോടെ ടോട്ടൽ ചെയ്താൽ മതി. പിന്നെ ബാങ്കിങ് ക്യാഷ് ഇത് രണ്ടും നമുക്ക് പ്രത്യേകിച്ച് വരയ്ക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ സൈഡിലുള്ള എല്ലാ അക്കൗണ്ടും നമ്മൾ എന്ത് ചെയ്തു? പോസ്റ്റ് ചെയ്ത് കഴിയും. പിന്നെ ഉള്ളത് ഇപ്പുറത്ത് ബാലൻസ് ഇതിലാണ്, ബാങ്കിലുള്ളതാണ് ബാലൻസ്. അവർ പ്രത്യേകം വരയ്ക്കേണ്ട. പർച്ചേസ് അക്കൗണ്ട് വരയ്ക്കണം. പർച്ചേസ് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? പർച്ചേസ് അക്കൗണ്ട് വരയ്ക്കുക. വീണ്ടും നമ്മൾ കോളങ്ങൾക്ക് ഓർമ്മ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ജനറൽ ഫോളി എമൗണ്ട്, വീണ്ടും ഡേറ്റ് പർട്ടിക്കുലേഴ്സ് നമ്മൾ കോളങ്ങൾക്ക് ഓർമ്മിക്കുക. ഇവിടെ നമുക്കറിയാം ക്യാഷിലാണ് പർച്ചേസ്. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് എടുക്കുക. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ. അപ്പൊ പർച്ചേസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം ക്യാഷ്. പർച്ചേസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ്. ഒരു അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് പറഞ്ഞാൽ മറ്റേ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ 5,000 എഴുതുക.
5,000. വേറെ എവിടെയെങ്കിലും പർച്ചേസ് ഉണ്ടോ നോക്കി, ഇല്ല, തീർന്നു. ടോട്ടൽ ചെയ്താൽ മതി. കാരണം എന്താണ്, നോമിനൽ അക്കൗണ്ട് ആണ്. അങ്ങനെ നമുക്ക് പർച്ചേസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. നന്ദന്റെ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നന്ദന്റെ അക്കൗണ്ട് വരയ്ക്കുക. ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നന്ദൻ, അതുകൊണ്ട് നന്ദന്റെ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലൂടെ നമ്മൾ എഴുതാൻ ബാങ്ക് എന്ന് എഴുതാൻ. എന്നിട്ട് അതിനെ ബാലൻസ് ചെയ്യാം. ഡ്രായിങ്സ് അക്കൗണ്ട് വരയ്ക്കുക. ഡ്രായിങ്സ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഡ്രായിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ഡ്രായിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് എഴുതുക. സാലറി എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ സാലറി അക്കൗണ്ട് വരച്ചിട്ട് അതിന്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് എഴുതുക. ഇത് രണ്ടും വേണ്ട. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പോസ്റ്റ് ചെയ്ത് പഠിക്കണം. അപ്പൊ ചില കണക്കുകൾ പരീക്ഷയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാൻ സാധ്യത കുറവാണ്, എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അത് മറന്നുകൊണ്ട.